ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശരാശരിയിൽ താഴെയുള്ളവരുടെ കോലാഹലങ്ങൾ കൊണ്ട് ജീർണിച്ച രാഷ്ട്രീയമാണ് ഇന്നുള്ളതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കോഴിക്കോട് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കൊയിലാണ്ടിയിൽ തിരിതെളിഞ്ഞു. സംസ്ഥാന ബെഞ്ച് പ്രസ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നവംബർ 29 മുതൽ കോഴിക്കോട്. സ്വാതന്ത്ര്യ സമര സേനാനി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ അനുസ്മരിച്ച് വിവിധ സംഘടനകൾ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ശരാശരിയിൽ താഴെയുള്ളവരുടെ കോലാഹലങ്ങൾ കൊണ്ട് ജീർണിച്ച രാഷ്ട്രീയമാണ് ഇന്നുള്ളതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് മെമ്മോറിയൽ കമ്മിറ്റി നടത്തിയ അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് മെമ്മോറിയൽ കമ്മിറ്റി നടത്തിയ മുഹമ്മദ് അബ്ദുറഹിമാൻ അനുസ്മരണ പരിപാടി കോഴിക്കോട്ട് നടന്നു. മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മുഹമ്മദ് അബ്ദുറഹിമാനെ പോലെ നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന നേതാക്കൾ ഇന്ന് കുറവാണെന്ന് മുല്ലപ്പള്ളി അഭിപ്രായപ്പെട്ടു. 47 വയസ്സുവരെ മാത്രം ജീവിച്ച അദ്ദേഹം അതിൽ 25 വർഷവും സജീവ പൊതുപ്രവർത്തകനായിരുന്നുവെന്നും അദ്ദേഹം അനുസ്മരിച്ചു. ആദർശശുദ്ധിയും അതുപോലെ തന്നെ ആശയസ്ഥൈര്യവും അത് മുറുകെ പിടിച്ചുകൊണ്ട് പോയ ഒരു ജനനായകനായിരുന്നു. 3 തവണ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയെ വളരെ വിഷമകരമായൊരു ഘട്ടത്തിൽ നയിച്ചുകൊണ്ടുപോയ ഒരു ധീരനായ സാരഥിയായിരുന്നു. അദ്ദേഹം നീതിമാനും അതുപോലെ തന്നെ നിർഭയനുമായ ഒരു പത്രാധിപരായിരുന്നു. മഹാനായ ശ്രീ രാജഗോപാലാചാരി അബ്ദുറഹിമാൻ സാഹിബ് നിര്യാതനായ ആ കാലത്ത് പറഞ്ഞ ഒരു വാക്ക് ഞാൻ ഇവിടെ ഓർക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വാചകം: പൊതുജീവിതത്തിലെ സത്യസന്ധതയ്ക്ക് ഒരു രൂപം നൽകാമെങ്കിൽ അതാണ് അബ്ദുറഹിമാൻ എന്നാണ് അദ്ദേഹം ആ കാലഘട്ടത്തിൽ സൂചിപ്പിച്ചത്. എത്രമാത്രം അന്വർത്ഥമായ വാക്കുകളായിരുന്നു അത്. വായിൽ വെള്ളിക്കരടിയുമായിട്ട് ജനിച്ചൊരു മനുഷ്യൻ. ആ മനുഷ്യൻ ദിവഗതനായ ശേഷം അദ്ദേഹത്തിന് ആകെ സമ്പാദ്യമായിട്ടുള്ളത് അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു പേന, അതുപോലെ തന്നെ ഒരു കണ്ണട, കുറച്ച് വസ്ത്രങ്ങൾ, 2-3 ലെതറിൻ്റെ ബാഗുകൾ, ഇത് മാത്രമായിരുന്നു അദ്ദേഹത്തിനുള്ളതെന്ന് പറയുമ്പോൾ വർത്തമാനകാല രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മളൊക്കെ തന്നെ ഒന്ന് ഗൗരവപൂർവ്വം വിലയിരുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പരിപാടിയിൽ പ്രസിഡന്റ് ഡോക്ടർ NP ഹാഫിസ് മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. പ്രൊഫസർ ഹമീദ് ചേന്ദമംഗലൂർ, PM അബ്ദുറഹിമാൻ, TKA അസീസ്, AV ഫർദീസ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൗമാര കലയുടെ സർഗവസന്തത്തിന് നിറം ചാർത്തി 4 നാൾ നീണ്ടു നിൽക്കുന്ന കോഴിക്കോട് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തിരിതെളിഞ്ഞു. സംസ്ഥാന ശിശുക്ഷേമ വകുപ്പിന്റെ ഉജ്ജ്വൽ പുരസ്കാര ജേതാവ് മാസ്റ്റർ ആദികേശ് ഉദ്ഘാടനം ചെയ്തു. ഗായകൻ VT മുരളി മുഖ്യാതിഥിയായി പങ്കെടുത്തു. കൊയിലാണ്ടി നഗരവും സമീപദേശങ്ങളും ഇനി 4 നാൾ കൗമാരകലയുടെ ഉത്സവ രാപ്പകലുകളാൽ സമ്പന്നമാകും. 4 നാൾ നീണ്ടു നിൽക്കുന്ന 64ാമത് ജില്ലാ സ്കൂൾ കലോത്സവമാണ് കൊയിലാണ്ടി GVHSS ഉൾപ്പെടെ 34 വേദികളിലായി അരങ്ങേറുന്നത്. ചൊവ്വാഴ്ച മുഖ്യവേദിയിൽ നടന്ന ചടങ്ങിൽ ഉജ്ജ്വൽ പുരസ്കാര ജേതാവ് മാസ്റ്റർ ആദികേശ് ഡ്രം വായിച്ച് ഉദ്ഘാടനം ചെയ്തു. പിന്നണി ഗായകൻ VT മുരളി മുഖ്യാതിഥിയായി. HSS റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ R രാജേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. വടകര DYSP A ഉമേഷ്, ഡോക്ടർ AK അബ്ദുൽ ഹക്കീം, മുഹമ്മദ് ബഷീർ, ബിജേഷ് ഉബ്ബള, പ്രമോദ് KV, മുഹമ്മദ് ലുക്മാൻ തുടങ്ങിയവർ സന്നിഹിതരായി.
സംഗീതാധ്യാപകരുടെ കൂട്ടായ്മയിൽ സ്വാഗതഗാനം ആലപിച്ചാണ് ഉദ്ഘാടന ചടങ്ങിന് തുടക്കമായത്. സ്വാഗതഗാനം രചിച്ച രമേശ് കാവിൽ, സംഗീതം നൽകിയ ആർ ശരത്, ലോഗോ രൂപകൽപ്പന ചെയ്ത കെ ജയദാസ് എന്നിവർക്ക് VHSC അസിസ്റ്റന്റ് ഡയറക്ടർ ഉപഹാര സമർപ്പണം നടത്തി. കോഴിക്കോട് DDEയും ജനറൽ കൺവീനറുമായ T അസീസ് പതാക ഉയർത്തി. തിരുവാതിരക്കളി, പരിചമുട്ടുകളി, നാടകം ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ ആദ്യ ദിവസം വിവിധ വേദികളിലായി അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. ബെഞ്ച് പ്രസ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നവംബർ 29 മുതൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് P നിഖിൽ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 29 മുതൽ ഡിസംബർ 1 വരെ VK കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് സംസ്ഥാന ബെഞ്ച് പ്രസ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, മാസ്റ്റേഴ്സ്, പുരുഷ, വനിത ഈ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഈ മത്സരങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർ ജനുവരി 7-ാം തീയതി ഹരിയാനയിലെ ഫരീദാബാദിൽ വെച്ച് നടക്കുന്ന ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാൻ അർഹത നേടും. സംസ്ഥാന സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, മാസ്റ്റേഴ്സ്, പുരുഷ, വനിത ബെഞ്ച് പ്രസ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നവംബർ 29 ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആരംഭിക്കും. 29 ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് P നിഖിൽ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. 1-ാം തീയതി നടക്കുന്ന സമ്മാനദാന ചടങ്ങിൽ മാതൃഭൂമി ജോയിന്റ് മാനേജിംഗ് എഡിറ്റർ ശ്രീ PV നിതീഷ് അവർ സമ്മാനദാനം നിർവഹിക്കും. റൊമാനിയയിൽ നടന്ന ലോക പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത കേരള താരങ്ങളെ ആദരിക്കുമെന്ന് ടൂർണമെന്റ് കമ്മിറ്റി ജനറൽ കൺവീനർ മിഥുൻ കുമാർ ആദാടിയും കേരള പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ സെക്രട്ടറി മോഹൻ പീറ്റേഴ്സും അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jeweler. Surprise! Happy birthday! Friends and party time, it's flavors and party time. Friends and party time, it's flavors and party time. A party, party. A party, party, now ice cream party time. Just come in, take it, you love it. Milma ice cream. Friends and nothing flavors. സൗത്ത് ഇന്ത്യ ഇന്നേവരെ കാണാത്ത എപ്പിക് എക്സ്പീരിയൻസ് ഇനി ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കും കാണാം. അനുഭവിച്ചറിയാം. മൈജി ഫ്യൂച്ചറിന്റെ ഇന്നേ വരെ കാണാത്ത ഏറ്റവും വലിയ എപ്പിക് ഷോറൂം മൈജിയുടെ സ്വന്തം നാടായ കോഴിക്കോട് തൊണ്ടയാട് വരുന്നു. മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നടക്കാവ് മാർ തിമോത്തിയോസ് പള്ളിയിൽ തിരുനാൾ ആഘോഷിച്ചു. വിശുദ്ധ കുർബാനയും പ്രാർത്ഥനകളും നടന്നു. പൊതുസമ്മേളനം സെന്റ് മേരീസ് CSI ചർച്ച് വികാരി TI ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് പടിഞ്ഞാറേ നടക്കാവ് പൗരസ്ത്യ കൽദായ സുറിയാനി സഭയുടെ മാർ തിമോത്തിയോസ് പള്ളിയിൽ ഇടവക തിരുനാൾ 2 ദിവസങ്ങളിലായി നടന്നു. ആദ്യ ദിവസം സന്ധ്യാപ്രാർത്ഥനയും തുടർന്ന് ഭക്തി നിർഭരമായ തിരുനാൾ പ്രദക്ഷിണവും, 2-ാം ദിവസം രാവിലെ വിശുദ്ധ കുർബാനയും തുടർന്ന് ആദ്യ ഫലലേലവും നടന്നു. വൈകിട്ട് നടന്ന പൊതുസമ്മേളനം സെന്റ് മേരീസ് CSI ഇംഗ്ലീഷ് ചർച്ച് വികാരി ഫാദർ TI ജെയിംസ് ഉദ്ഘാടനം ചെയ്തു. ഇടവക വികാരി ഫാദർ ബിനു ജോസഫ് പൊന്നോക്കാരൻ അധ്യക്ഷനായിരുന്നു. സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ എൽദോസ് പുതുശ്ശേരി,
സെന്റ് പോൾസ് മാർത്തോമ പള്ളി വികാരി ഫാദർ സുനിൽ ജോയ് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഇടവകാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഇടവകയിൽ പഠന മേഖലയിലും മറ്റ് മേഖലകളിലും മികച്ച വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു. ചടങ്ങുകൾക്ക് അസിസ്റ്റന്റ് വികാരി ഡീക്കൻ ജെയിൻ ജെയിംസ് കല്ലുട്ടുഴി, ഫാദർ ബിനു ജോസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പഞ്ചാബ് നാഷണൽ ബാങ്ക് മെഗാ MSME റീറ്റെയിൽ ഔട്ട്റീച്ച് പ്രോഗ്രാം നടത്തി. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം ഹാപ്പി ജാം CMD എം ഖാലിദ് നിർവഹിച്ചു. ബാങ്കും ജനങ്ങളും തമ്മിലുള്ള ദൂരവും ആശയവിനിമയ വ്യത്യാസവും കുറയ്ക്കുന്നത് ലക്ഷ്യമിട്ടാണ് PNBയുടെ ആഭിമുഖ്യത്തിൽ ഔട്ട്റീച്ച് പ്രോഗ്രാം നടത്തിയത്. പരിപാടിയുടെ ഉദ്ഘാടനം ഹാപ്പി ജാം CMD എം ഖാലിദ് നിർവഹിച്ചു. നമുക്ക് ആപ്ലിക്കേഷൻ കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന അക്നോളജ്മെന്റ് ഉപയോഗിച്ച് 3.5 വർഷം വരെ ഒരു ലൈസൻസും ഇല്ലാതെ വ്യവസായങ്ങൾ നടത്തിക്കൊണ്ടു പോകാനുള്ള അനുമതി ലഭിക്കുന്നതാണ്. 3 വർഷത്തിന് ശേഷം 6 മാസത്തിനുള്ളിൽ എല്ലാ ലൈസൻസുകളും നമ്മൾ എടുത്താൽ മതി. അതിനു വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ ഗവൺമെന്റ് ഇന്ന് നടപ്പിലാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ധാരാളം പുതിയ സ്കീമുകളും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നിലവിലുണ്ട്. ലോണുകൾ തന്നെ ഇപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും അതേപോലെയുള്ള പൊതുമേഖലാ ബാങ്കുകളൊക്കെ നേരത്തെ ലോണുകൾ നമുക്ക് ലഭിക്കണമെങ്കിൽ വളരെ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ഹെഡ് ഓഫീസ് CGM സഞ്ജയ് ഗുപ്ത അധ്യക്ഷനായിരുന്നു. RM സീനിയർ മാനേജർ ഇംതിയാസ് MSME ഉൽപ്പന്നങ്ങളും പദ്ധതി വിവരങ്ങളും സംബന്ധിച്ച് ക്ലാസ് നടത്തി. പങ്കെടുത്തവരുടെ സംശയങ്ങൾക്കും അദ്ദേഹം മറുപടി നൽകി. 40ഓളം ഉപഭോക്താക്കൾക്ക് സാങ്ഷൻ ലെറ്ററുകൾ വിതരണം ചെയ്തു. സർക്കിൾ ഹെഡ് രാജീവ് കുമാർ പോദ്ദാർ, RM ഹെഡ് ബിജുരാജ് A, ഡെപ്യൂട്ടി സർക്കിൾ ഹെഡ് സുരേഷ് എന്നിവർ സംസാരിച്ചു. 100 കണക്കിന് പേർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്വാതന്ത്ര്യ സമര നായകൻ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് അനുസ്മരണം മുക്കം MAMO കോളേജിൽ നടന്നു. ചടങ്ങ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ EK സജിത്ത് ഉദ്ഘാടനം ചെയ്തു. മുരളീധരൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുക്കം മുഹമ്മദ് അബ്ദുറഹിമാൻ മെമ്മോറിയൽ ഓർഫണേജ് കോളേജ് NSS 45 101 യൂണിറ്റുകൾ ചേർന്നാണ് അനുസ്മരണ പരിപാടികൾ നടത്തിയത്. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ 80ാം ചരമവാർഷിക ദിനത്തിൽ പൊറ്റശ്ശേരിയിലെ സാഹിബ് സ്മൃതി മണ്ഡപത്തിൽ NSS വോളണ്ടിയേഴ്സ് പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് അനുസ്മരണ പരിപാടികൾ ആരംഭിച്ചു. തുടർന്ന് കോളേജ് സാഹിബ് അനുസ്മരണത്തോടനുബന്ധിച്ച് മൊമെന്റ് ഓഫ് സൈലൻസ് ആചരിച്ചു. സാഹിബ് കാലഘട്ടത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് പ്രസംഗ മത്സരവും സംഘടിപ്പിച്ചു. അനുസ്മരണ ചടങ്ങിന്റെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ EK സജിത്ത് നിർവഹിച്ചു. ചടങ്ങിൽ മുരളീധരൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിന്റെ വളർച്ചയും പ്രസക്തിയും നിലപാടും ദേശീയ ബോധവും സ്വാതന്ത്ര്യ സമരത്തിനുള്ള അദ്ദേഹത്തിന്റെ അതുല്യ സംഭാവനകളും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ചടങ്ങിൽ NSS പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ റിയാസ് കുക്കഞ്ചേരി അധ്യക്ഷനായിരുന്നു. വിദ്യാർത്ഥികളിൽ ദേശസ്നേഹവും സാമൂഹിക ഉത്തരവാദിത്വവും വളർത്തുന്നതായി പരിപാടികൾ മാറി. NSS പ്രോഗ്രാം ഓഫീസർ അമൃത P, പ്രോഗ്രാം ഡയറക്ടർ ഷാമിൽ, ജാവിദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുക്കം. ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. മനം പോലെന്നും
ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഫാറൂഖ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഫിംസ് സംഘടിപ്പിക്കുന്ന ദേശീയ മാനേജ്മെന്റ് ഫെസ്റ്റ് ക്യാൻവാസ് 2025 നവംബർ 27-28 തീയതികളിൽ ക്യാമ്പസിൽ നടക്കും. ഫിംസ് MBA വിദ്യാർത്ഥികളാണ് ഫെസ്റ്റിന് നേതൃത്വം നൽകുന്നത്. അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി ലെവല് അതേപോലെ MBA ലെവലുള്ള ബിസിനസ് സ്റ്റുഡൻസിന് വേണ്ടിയുള്ള ഒരു മാനേജ്മെന്റ് നാഷണൽ ലെവൽ മീറ്റാണ്. കഴിഞ്ഞ എഡിഷനിൽ ഏകദേശം 1000-ഓളം വിദ്യാർത്ഥികൾ 100ഓളം ക്യാമ്പസുകളിൽ നിന്ന് വ്യത്യസ്തമായ സ്റ്റേറ്റുകളിൽ നിന്ന് പങ്കെടുത്തിരുന്നു. ഈ വർഷം ഞങ്ങൾ കുറച്ചുകൂടെ ഗ്രാൻഡായിട്ട് നടത്താൻ ഉള്ള പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റിംഗ്, ഫിനാൻസ്, ഹ്യൂമൻ റിസോഴ്സ്, ഓൺട്രപ്രണർഷിപ്പ് മേഖലകളിലായി വിദ്യാർത്ഥികളുടെ കഴിവുകൾ അളക്കുന്ന വിവിധ മത്സരങ്ങളിൽ രാജ്യത്തെ പ്രമുഖ കോളേജുകളിൽ നിന്നും 1000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. ദേശീയതല മാനേജ്മെന്റ് ഫെസ്റ്റ് ആയ ക്യാൻവാസ് 2025 നവംബർ 27-28 തീയതികളിൽ ഫറൂഖ് കോളേജ് ക്യാമ്പസിൽ നടക്കുന്നു. ദ്വിദിന മാനേജ്മെന്റ് ഫെസ്റ്റ് നവംബർ 27 രാവിലെ 10:30 ക്യാഫിറ്റ് പ്രസിഡന്റ് ശ്രീ റിഫാത്ത് റഹ്മാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ബെസ്റ്റ് മാനേജർ, മാർക്കറ്റിംഗ് ഗെയിം, HR ഗെയിം, ഫിനാൻസ് ഗെയിം, ബിസിനസ് ക്വിസ് എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി നടക്കുന്ന മത്സരങ്ങൾക്ക് 2.5 ലക്ഷം രൂപ സമ്മാനത്തുക ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഫിംസ് ഡയറക്ടർ ഡോക്ടർ അഹമ്മദ് റിയാസും ഫാക്കൽറ്റി S മൻസൂറും പറഞ്ഞു. ഫെസ്റ്റ് 27 രാവിലെ 10:00 കാലിക്കറ്റ് IT ഫോറം പ്രസിഡന്റ് റിഫാത്ത് റഹ്മാൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓൾറെഡി നമുക്ക് രജിസ്ട്രേഷൻ മറ്റ് പ്രധാനപ്പെട്ട ക്യാമ്പസുകളിൽ നിന്ന് ഓൾറെഡി വന്നിട്ടുണ്ട്. IIM വാരണാസി, അതേപോലെ ക്രൈസ്റ്റ് ബാംഗ്ലൂര്, അതേപോലെ തമിഴ്നാട് നിന്നുള്ള മറ്റ് ചെന്നൈ എന്നുള്ള സ്ഥലങ്ങളിൽ നിന്ന് മറ്റ് പ്രമുഖ കോളേജുകൾ ഓൾറെഡി പാർട്ടിസിപ്പേഷൻ രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഉപഭോക്തൃ സ്റ്റാർട്ടപ്പ് ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് സൗകര്യമൊരുക്കുമെന്ന് വിവിധ സംഘടനകളുടെ യോഗം. ഇതു സംബന്ധിച്ച ചർച്ചകൾ കോഴിക്കോട്ട് നടന്നു. ഓൾ കേരള ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. ചെറുകിട ഇടത്തര വിതരണ വ്യാപാരികളും കച്ചവടക്കാരും തൊഴിലാളികളും പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ അവരെ സഹായിക്കുന്നതിനും ഉപഭോക്തൃ സ്റ്റാർട്ടപ്പ് ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കുന്നതിനും സൗകര്യമൊരുക്കാൻ ഓൾ കേരള കൺസ്യൂമർ ഗുഡ്സ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വിവിധ സംഘടനാ ഭാരവാഹികളുടെ സംയുക്ത യോഗം തീരുമാനിച്ചു. പ്രാരംഭ പ്രവർത്തനമായി ജിഞ്ചർ കാൻഡി നിർമ്മാതാക്കളായ ദ ഗ്രേറ്റ് ഇന്ത്യൻ പ്രൊഡക്ട്സ് ചെയർമാൻ T. അബ്ദുൾ മജീദുമായി ചർച്ച നടത്തി. പ്രത്യേകിച്ചും ഇന്ത്യൻ ഇഞ്ചിക്ക് ലോകവിപണിയിലുള്ള മാർക്കറ്റിലേക്ക് എത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ഇഞ്ചിയുടെ 10ഓളം ഉൽപ്പന്നങ്ങൾ നിരീക്ഷണത്തോടും പരീക്ഷണത്തോടും കൂടി അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെയും സ്പൈസസ് റിസർച്ച് സെന്ററിന്റെയും സഹായത്തോടെ വിപണിയിൽ ഇറക്കാനുള്ള ഉദ്ദേശത്തോടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് എനിക്ക് ഉപഭോക്താക്കളിൽ നിന്നും സർക്കാരിൽ നിന്നും മറ്റു വകുപ്പുകളിൽ നിന്നും കിട്ടുന്ന പിന്തുണ അത് വലിയൊരു പ്രോത്സാഹനമാണ്. മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നടത്തിയ ചർച്ചയിൽ പ്രസിഡന്റ് ഷവലിയർ C. ചാക്കുണ്ണി, സെക്രട്ടറി ജിയോ ജോബ് P, ഖജാൻജി CC മനോജ്, കുന്നോത്ത് അബൂബക്കർ, വ്യാപാരി സംഘടനകളെ പ്രതിനിധീകരിച്ച് സിറ്റി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് KP സുധാകരൻ, ജനറൽ സെക്രട്ടറി നോവെക്സ് മൻസൂർ CK, അഖിലേന്ത്യാ ആയുർവേദിക് സോപ്പ് മാനുഫാക്ചേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി K. മോഹൻകുമാർ, CGDA നിയമോപദേഷ്ടാവ് അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, K. ജോസ്, MM ബഷീർ പാലക്കാട് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. സ്നേഹവും ഐക്യവും പുതുക്കി നാണിയാട്ട് കുടുംബവേദി സംഗമം വയനാട്ടിൽ നടന്നു. കുടുംബത്തിലെ മുതിർന്ന അംഗമായ ബിച്ചുട്ടിയെ ആദരിച്ചു. വ്യത്യസ്ത തലമുറകളിൽപ്പെട്ട കുടുംബാംഗങ്ങളുടെ ഒത്തുചേരൽ അവിസ്മരണീയമായി. കോടമ്പുഴ നാണിയാട്ട് കുടുംബവേദിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച വാർഷിക കുടുംബ സംഗമവും വിനോദയാത്രയും വയനാട് മുത്തങ്ങയിലെ ജിൻബെറി ഹോളിഡേ റിസോർട്ടിൽ ആവേശകരമായ അന്തരീക്ഷത്തിൽ നടന്നു. MN മമ്മു, ഉമ്മക്കുൽസ് കുടുംബ തലമുറകൾ ഒന്നിച്ചു കൂട്ടിയ ഈ സംഗമം രക്തബന്ധങ്ങൾ മാത്രമല്ല, സ്നേഹം, ഐക്യം, കൂട്ടായ്മ എന്നീ മൂല്യങ്ങളെ പുതുക്കി ഉറപ്പിക്കുന്ന ദിനമായി മാറി. സംഗമത്തിന്റെ പ്രധാന ആകർഷണമായി കുടുംബത്തിലെ മുതിർന്ന അംഗമായ ബിച്ചുട്ടിയെ MN ഫാത്തിമ പൊന്നാട അണിയിച്ച് ആദരിച്ചു.
ബഹുമാനവും സ്നേഹവും നിറഞ്ഞ ഈ നിമിഷം പങ്കെടുത്തവരുടെ ഹൃദയങ്ങളിൽ ഒരിക്കലും മാഞ്ഞുപോകാത്ത ഒരു ഓർമ്മയായി. വൈവിധ്യമാർന്ന വിനോദവും പരിപാടികളും, റോപ്പ് അഡ്വഞ്ചർ, സ്വിമ്മിംഗ് പൂൾ ഗെയിംസ്, നൈറ്റ് ഗെയിംസ്, മോഡേൺ ഒപ്പന, ഗ്രൂപ്പ് ഡാൻസ് തുടങ്ങി പങ്കെടുത്ത എല്ലാവർക്കും ആസ്വദിക്കാവുന്ന രീതിയിൽ വിവിധ ആക്ടിവിറ്റികളും ഗെയിമുകളും ഒരുക്കിയിരുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത പരിപാടികൾ, ഹാസ്യവും പ്രൗഢതയും നിറഞ്ഞ ഈ മത്സരങ്ങളും പരിപാടികളും ആഘോഷത്തിന് കൂടുതൽ ചൈതന്യം പകരുന്നവയായിരുന്നു. പരിപാടിയുടെ ഏകോപനവും സംവിധാനവും അർമാണ്ടി, ഹംസ, അബൂട്ടി, ബാക്കുട്ടി, സുഹറ, മുഹമ്മദ് കുട്ടി എന്നിവർ നിർവഹിച്ചു. കോടമ്പുഴ കള്ളിവളവ് പ്രദേശത്ത് കുടുംബൈക്യം, മൂല്യങ്ങൾ, സഹജീവനം തുടങ്ങിയവ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മാതൃകയായ നാണിയാട്ട് കുടുംബവേദിക്ക് ഈ സംഗമം ഓർമ്മകളിൽ പതിഞ്ഞ ഒരു പ്രത്യേക ദിനമായി തീർന്നു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശരാശരിയിൽ താഴെയുള്ളവരുടെ കോലാഹലങ്ങൾ കൊണ്ട് ജീർണിച്ച രാഷ്ട്രീയമാണ് ഇന്നുള്ളതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കോഴിക്കോട് ജില്ലാ സ്കൂൾ കലോത്സവത്തിന് കൊയിലാണ്ടിയിൽ തിരിതെളിഞ്ഞു. സംസ്ഥാന ബെഞ്ച് പ്രസ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് നവംബർ 29 മുതൽ കോഴിക്കോട്. സ്വാതന്ത്ര്യ സമര സേനാനി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ അനുസ്മരിച്ച് വിവിധ സംഘടനകൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.